ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ ഇറങ്ങിയിട്ടപ്പോൾ തന്നെ വിൻഡോന്റെ അതിൽക്കൂടെയുള്ള വ്യൂ ആണ് കേട്ടോ. അത് സൺലൈറ്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗാർഡനിൽ പോയി കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ടോ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേയും കൂടിയാണ്. 10 മണിക്കാണെങ്കിൽ നമുക്ക് ചെക്കൗട്ട്. ട്രെയിൻ കുറച്ച് ലേറ്റ് ആണെങ്കിലും നമ്മൾ കുറച്ച് അധികം നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു. അതിന് നമ്മൾ ഇന്ന് കൊട്ടിച്ചെടുക്ക് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ടാക്സിയിലേക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം ടൈം ഉള്ളതുകൊണ്ടും ഫുഡ് കഴിക്കാത്തതുകൊണ്ടും നമ്മൾ നേരെ വന്നത് ഇന്നലത്തെ അതേ കഫേ തന്നെയായിരുന്നു. അവിടുത്തെ കുറച്ചുകൂടി സാധനം നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാൻഡ്വിച്ചും അതുപോലെ തന്നെ പിസ്സ ആയിരുന്നു കേട്ടോ. കുറേ നേരം പിസ്സക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി മോഡീസ്റ്റേക്ക് പോയിട്ടോ. അവിടെ നിന്നെല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു കൊറിയൻ ചീസ് ബണ്ണും പിന്നെ അതുപോലെ തന്നെ ചീസ് കേക്ക് വരുന്നു നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലൊന്നും ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നല്ലോ. ഒന്നാമത് പോകുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. കുറേ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് ചെയ്തത്. നടന്നിങ്ങനെ പോകുന്ന കഴിക്കാൻ നമ്മൾ മാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേസ് വാങ്ങാൻ കയറിട്ടോ. ബിങ്കോ അധികം എല്ലായിടത്തൊന്നും കിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ബസ് വന്നു. ഒരു 4 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. പക്ഷെ അത് പോകുന്നതേ അറിയില്ല. കാരണം വാട്ടർഫോൾസും മലയൊക്കെ കണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോരാം. സ്റ്റാൻഡിലെത്തിയപ്പോൾ നമ്മൾ ഓട്ടോ എടുത്തിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയത്. ബാഗൊക്കെ വെച്ച് നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേന് നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. സ്ലീപ്പർ എടുത്ത് എന്തുകൊണ്ട് നന്നായി തോന്നി. എല്ലാവരും നല്ലപോലെ ടയർഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 7 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. പക്ഷെ അത് പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു. കുറച്ചൊന്ന് കിടക്കുമ്പോഴത്തേന് ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്തിയപ്പോഴത്തേനും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്നായിരുന്നു എല്ലാവർക്കും. അവിടെ എത്തുമ്പോഴത്തേന് 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഒരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.